എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 30 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ചും, കോട്ടയം ജില്ലയിലെ മീനച്ചിലാർ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ 8 ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി സർവകലാശാല 30-ന് നടത്താനിരിക്കുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി പരീക്ഷാ കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. പുതിയ തീയതി പിന്നീട് അറിയിക്കും. കൊച്ചിയിൽ MSC എൽസ 3 ചരക്കു കപ്പൽ കടലിൽ മുങ്ങിയ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. സാമൂഹിക, സാമ്പത്തിക, പരിസ്ഥിതി ആഘാതം പരിഗണിച്ചാണ് തീരുമാനം. റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി. കപ്പൽ അപകടത്തെ തുടർന്ന് തീരത്തടഞ്ഞ പ്ലാസ്റ്റിക് തരികൾ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊച്ചി തീരത്തെ കപ്പൽ അപകടം കേരളത്തെ ആശങ്കയിലാക്കി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 643 കണ്ടെയ്നർ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നും 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണു പോയിട്ടുണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്നിരുന്നു എന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ശുചീകരണം സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു എന്നും അറിയിച്ചു. കപ്പൽ അപകടം ബാധിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസമായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ 1000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും 6 കിലോ വീതം അരി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ സഹായം ലഭിക്കുക. സംഭവത്തിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ആരും കുടുങ്ങരുത്. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നേരത്തെ എത്തിയ കാലവർഷം സംസ്ഥാനത്തെ പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മഴക്കാലത്ത് എടുക്കേണ്ട മുൻകരുതലുകൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. സംസ്ഥാനം മഴക്കാലം നേരിടാൻ സർവ്വസജ്ജമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് 59 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുറഞ്ഞ സമയത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. നദികളിൽ ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുണ്ട്. കുട്ടികളും മുതിർന്നവരും ജലാശയങ്ങളിൽ ഇറങ്ങരുത്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകരുത്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, പുഴയോരം സ്ഥിതി ചെയ്യുന്ന വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, മറ്റു പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ജില്ലകളിലും അടിയന്തര ഘട്ട നിർവഹണ കേന്ദ്രങ്ങളിലും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളിലും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ്. സാധാരണ അവലംബിക്കുന്ന മാർഗങ്ങൾക്ക് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സൈറേനുകളിലൂടെയുള്ള സന്ദേശങ്ങളും സൈറേൻ ഹൂട്ടിങ്ങും നൽകുന്നുണ്ട്. ഇത് തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ റേഷൻ വിതരണം 2 ദിവസമാണ് അവശേഷിക്കുന്നത്. എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ റേഷൻ പോയിട്ട് വാങ്ങണം. അതായത് വെള്ളി, ശനി ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ മാസം അവസാനിക്കും. ഇനി നീട്ടി നൽകിയാൽ മാത്രമേ മെയ് മാസത്തെ റേഷൻ ജൂൺ മാസത്തിൽ വാങ്ങാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ, ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ സമയത്ത് എത്തിയിട്ടില്ല എങ്കിലും ആ 3200 രൂപ കാത്തിരുന്ന പാവപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലേക്കും കയ്യിലേക്കും വിതരണം ഇപ്പോൾ തുടരുകയാണ്. ഉത്തരവ് വന്ന് കയ്യിൽ വിതരണം അതിന്റെ കൃത്യസമയത്ത് നടന്നു. ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയില്ല. എന്നാൽ ശനിയാഴ്ച വിതരണം തുടങ്ങുകയാണെങ്കിൽ എന്നാണോ കയ്യിൽ വിതരണം ആരംഭിക്കേണ്ടത് അന്ന് തന്നെ കയ്യിൽ വിതരണം ആരംഭിച്ചു. അതായത് ശനിയാഴ്ച പെൻഷൻ വിതരണം തുടങ്ങുകയാണെങ്കിൽ തിങ്കളാഴ്ച ലിസ്റ്റും പണവും എത്തി ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കേണ്ടതാണ്. ആ ചൊവ്വാഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചു. അതായത് കയ്യിൽ വിതരണം താമസിച്ചിട്ടില്ല എന്നാണ് അർത്ഥം.
ആ കയ്യിൽ കൃത്യസമയത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 26,46,000-ലധികം ആളുകൾക്ക് പെൻഷൻ എത്താത്തത് വലിയ പ്രയാസം ഉണ്ടാക്കി. കഴിഞ്ഞ ശനിയാഴ്ച വിതരണം തുടങ്ങും എന്ന് പറഞ്ഞ പെൻഷൻ ഇന്ന് വ്യാഴാഴ്ചയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. എന്തായാലും ആശ്വാസം, ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി. പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്ന സമയത്ത് നിരവധി പേരാണ് സംശയവുമായിട്ട് കമന്റിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ ബന്ധപ്പെടുന്നത്. അതായത് നിരവധി പേർക്ക് വെറും 1600 മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് 2 ഗഡുക്കൾ ലഭിച്ചു. അങ്ങനെ 2200 മാത്രമാണ്, 1000 രൂപയുടെ കുറവുണ്ട്. അല്ലെങ്കിൽ 2600 മാത്രമാണ്, 600 രൂപയുടെ കുറവുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നമ്മൾ മുമ്പത്തെ വീഡിയോയിലും നൽകിയിരുന്നു. എങ്കിലും ഇനിയും പറയാം. അതായത് 2 ഗഡുക്കളായിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. ഒരു മാസത്തെ കുടിശ്ശികയാണല്ലോ വിതരണം ചെയ്യുന്നത്. അത് ഒരു തവണ 1600 കയറും. പിന്നെ ഈ മാസത്തെ പെൻഷൻ അത് 1600 ആയിട്ട് കയറും. അങ്ങനെ 2 തവണയായിട്ടാണ് 3200 ലഭിക്കുന്നത്. ചില ആളുകൾക്ക് 3200 മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തന്നെ 2600 കയറാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് വെറും 1600 മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വിഷമിക്കേണ്ടതില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ ഒരു തുക, ബാക്കി തുക 1600 കയറും. ചില ആളുകൾക്ക് ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ്, അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇങ്ങനെയുള്ള 2 പെൻഷൻ ഗഡു വിതരണം ചെയ്യുമ്പോൾ ഉണ്ടാവാറുള്ളത്. അപ്പൊ മുൻ പരിചയം ഇല്ലാത്ത ആളുകൾക്ക് അത് ഇനി കിട്ടില്ലേ എന്നുള്ള ഒരു സംശയം ഉണ്ടാകും. അതല്ല, ആ ഒരു തുക കൂടി നിങ്ങൾക്ക് കയറിക്കൊണ്ട് 3200 തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി കേന്ദ്രവിഹിതം കുറവുള്ളവർക്ക് നമുക്ക് സാധാരണത്തെ പോലെ തന്നെയാണ്. 2 മാസത്തേതാകുമ്പോൾ അതിൻ്റെതായ കുറവുണ്ടാകും. 500 കുറയുന്നവർക്ക് 1000ന്റെ കുറവുണ്ടാകും. 2200 ലഭിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ബാക്കി 1000 ഉടൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. 2-3 ദിവസത്തെ ഒരു സാവകാശം അതിന് വേണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. കയ്യിൽ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നാളെ ഇന്നൊക്കെ ആയിട്ട് സജീവമായിട്ട് കയ്യിൽ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ കിട്ടാത്ത ആളുകൾക്ക് നാളൊക്കെ ആയിട്ട് ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ആർക്കും തുക നഷ്ടപ്പെടുകയോ ഒന്നുമില്ല. പെൻഷൻ മസ്റ്ററിംഗ് കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത മസ്റ്ററിംഗ് അടുത്ത മാസം, അതായത് ജൂൺ 25 മുതലാണ് ആരംഭിക്കുക. ഓഗസ്റ്റ് 24 വരെ അത് ചെയ്യാനുള്ള അവസരമുണ്ട്. അന്ന് മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമേ പിന്നീട് 2025 സെപ്റ്റംബർ മാസം മുതൽ പെൻഷന് അർഹതയുണ്ടാവുകയുള്ളൂ എന്ന് കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എപ്പോഴും പറയുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. പെൻഷൻ മസ്റ്ററിംഗ് തുടങ്ങിയാൽ ഉടനെ തന്നെ അതെല്ലാം പൂർത്തീകരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്ത പെൻഷനും നേരത്തെ ഉണ്ടാകും. കാരണം നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ആ ഇലക്ഷൻ വോട്ടെടുപ്പ് നടക്കുന്നത് 19-ാം തീയതിയാണ്. 19-ാം തീയതിക്ക് മുമ്പ് എന്തായാലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. അതുകൊണ്ട് തന്നെ ജൂൺ പെൻഷൻ വിതരണം എന്തായാലും 10-ാം തീയതിയെങ്കിലും ആരംഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ 15-ാം തീയതി എന്തായാലും ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മാസത്തെ ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ ജൂൺ 5-നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ പെൻഷൻ വിതരണം അവസാനിച്ച ഉടനെ തന്നെ അടുത്ത പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.